നമസ്കാരം, ഇടുക്കി ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഐഡ മരിയ പ്രിൻസ്. ഏവർക്കും ശിശുദിന ആശംസകൾ. നവംബർ 14 നാം ശിശുദിനമായി ആചരിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. ചാച്ചാജിയെ കുറിച്ച് കൂടുതൽ അറിയാം. പണ്ഡിറ്റ് ജിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അതിതീവ്രമായിരുന്നു എന്ന് നമുക്കറിയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന കുട്ടികളുടെ ചാച്ചാജി ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് മുതിർന്നവർക്കായി ചെലവാക്കാൻ സമയമില്ലായിരിക്കാം, പക്ഷേ എനിക്ക് കുട്ടികൾക്കായി വേണ്ടത്ര സമയമുണ്ട്. കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഇഷ്ടം വിഖ്യാതമാണ്. ചാച്ചാജിയുടെ ജന്മവാർഷിക ദിനത്തെ ശിശുദിനമായി ആചരിക്കാമെന്ന തീരുമാനം എടുത്തതിന് പിന്നിലും ആ ഇഷ്ടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവായിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ഒരു ഇതിഹാസ പുരുഷൻ എന്ന നിലയ്ക്ക് രാജ്യത്തെ ഓരോ പൗരനും വളരെ ആദരവോടെ നോക്കിക്കാണുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഏറെയുണ്ട്. എല്ലാ കുട്ടികളോടുമുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹം സ്വീകരിച്ചത് കത്ത് എഴുതുക എന്ന മാർഗം തന്നെയായിരുന്നു. അത് തികച്ചും വേറിട്ട ഒരു സമീപനമായിരുന്നു. 1947 അദ്ദേഹം എഴുതിയ ഇന്ത്യയിലെ കുട്ടികൾക്കൊരു കത്ത് അത്തരത്തിലുള്ള ഒന്നാണ്. രാജ്യത്തെ കുട്ടികളെയാകമാനം ആകർഷിക്കാൻ അദ്ദേഹത്തിൻ്റെ കത്തുകൾക്ക് സാധിച്ചു. കുട്ടികളിൽ അദ്ദേഹം ഇന്ത്യയുടെ ഭാവി കണ്ടു. അവരുമായുള്ള സംസാരങ്ങളെ അദ്ദേഹം കണ്ടത് ഭാവി ഇന്ത്യയുമായുള്ള സംസാരമായിട്ടായിരുന്നു. പ്രായമായ ആളുകൾക്ക് യുവാക്കളെയും കുട്ടികളെയും ഉപദേശിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. താൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തനിക്ക് അത്തരം ഉപദേശങ്ങൾ ഇഷ്ടമായിരുന്നില്ല എന്ന് നെഹ്റു പറയുന്നുണ്ട്. ഇത്തരമൊരു ആമുഖത്തോടെയാണ് അദ്ദേഹം തൻ്റെ കത്ത് ആരംഭിക്കുന്നത്. ഉപദേശങ്ങളെക്കാൾ ഉപരി സാർവത്രിക സാഹോദര്യം ഉൾക്കൊള്ളിച്ച് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് സൗമ്യമായി കയറി ചെല്ലാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പറയാതെ വയ്യ. അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ വഴികളിലൂടെയാണ് നെഹ്റുജി ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലെ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്ക് എത്തിയത്. ജവഹർലാൽ നെഹ്റു കൊച്ചുമക്കളായ രാജീവ് ഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും പതിവായി തൻ്റെ തോളിലേറ്റി പൂന്തോപ്പിലൂടെ സവാരിക്ക് പോകാറുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളോടുള്ള അടങ്ങാത്ത വാത്സല്യം അദ്ദേഹത്തെ മറ്റേതു തിരക്കിൽ നിന്നും അവരിലേക്കെത്തിച്ചിരുന്നു. തൻ്റെ ഔദ്യോഗിക വസതിയായ തീൻമൂർത്തി ഭവനിൽ നിന്നും അദ്ദേഹം ചൈനയിൽ നിന്നും കൊണ്ടുവന്ന കടുവ കുട്ടികളെയും പാണ്ഡകളെയും കരടിക്കുട്ടന്മാരെയും സന്ദർശിക്കാൻ പേരമക്കളെയും കൂട്ടി പോകാറുണ്ടായിരുന്നു. അവരോടൊത്തുള്ള നിമിഷങ്ങൾ അദ്ദേഹം ഏറെ ആസ്വദിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് സമൂഹത്തോടുള്ള നെഹ്റുജിയുടെ കാഴ്ചപ്പാടുകൾക്ക് ഏറെ വ്യത്യാസം വന്നു. എല്ലാവരും അവരവരുടെ നിലയ്ക്ക് വ്യത്യസ്തമായി ഇരിക്കുന്നതാണ് അതിൻ്റെ ഭംഗിയെന്ന് പുറം രാജ്യത്തു നിന്നുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഏത് അധിനിവേശ ശക്തികൾ ഇന്ത്യയുടെ അധികാരം കയ്യിലെടുത്താലും ഇന്ത്യക്ക് സ്വന്തം ശബ്ദമുണ്ടാകുമെന്നും അതിൽ ഇന്ത്യ വിജയിക്കുമെന്നുമുള്ള ഉൾക്കാഴ്ച നെഹ്റുജിക്കുണ്ടായിരുന്നു. നെഹ്റുജി താൻ സ്വപ്നം കണ്ട ഇന്ത്യക്ക് വേണ്ടി പോരാടി ജയിക്കാൻ അകമഴിഞ്ഞു പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മഹാത്മാഗാന്ധിയോടൊപ്പം മാർച്ച് ചെയ്തും സത്യാഗ്രഹമിരുന്നും ഇന്ത്യയെ സ്വതന്ത്ര ഇന്ത്യയായി ഉയർത്താൻ മുന്നിൽ നിന്നു. അദ്ദേഹം ധീരനും ഉൾക്കാഴ്ചയുമുള്ള ഇതിഹാസ പുരുഷനായി മാറി. ഇന്ത്യക്കും ലോകത്തിനും വഴികാട്ടിയായി. ലോക നേതാവെന്ന സ്ഥാനം ഒരു പരമ ദരിദ്ര രാജ്യമായിരുന്ന കാലത്തു തന്നെ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞു. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.